സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, KAS, അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നിങ്ങനെയുള്ള 2025 നടന്ന PSC എക്സാമിൽ ചോദിച്ച ഒറ്റപ്പദവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, 12 വർഷക്കാലം എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ എ വ്യാഴവട്ടം, സഹസ്രം, അഷ്ടകം, പതികം. ഉത്തരം വ്യാഴവട്ടം. വ്യാകരണം പഠിച്ചിട്ടുള്ളവൻ ഒറ്റപ്പദമേത്? ഉത്തരം ഓപ്ഷൻ ബി വൈയാകരണൻ. എളുപ്പത്തിൽ ചെയ്യാവുന്നത് സുഗമം, സുഗതം, സുകരം, സുഗതം. ഓപ്ഷൻ സി സുകരം. കേട്ടേ തീരൂ എന്നുള്ളത് എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? വാചാലൻ, സർവം സഹ, ശ്രവ്യം, ശ്രാവ്യം. ഓപ്ഷൻ ഡി ശ്രാവ്യം. വേദത്തെ സംബന്ധിച്ചത് വൈദികം, വേദത്വം, വേദി, വേദപം. ഉത്തരം ഓപ്ഷൻ എ വൈദികം. സർവം ആത്മാവായി കരുതുന്നവൻ ആത്മഗ്രാഹി, ആത്മപ്രഭവൻ, ആത്മഘാതി, ആത്മയാജി. ഉത്തരം ഓപ്ഷൻ ഡി ആത്മയാജി. ജനനം മുതൽ മരണം വരെ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റപ്പദം ആജന്മം, ആജീവനാന്തം, ആജീവനാംശം, ആജന്മാന്തരം. ഉത്തരം ഓപ്ഷൻ ബി ആജീവനാന്തം. നിരാമയൻ എന്നാൽ അസൂയയില്ലാത്തവൻ, സുഖമില്ലാത്തവൻ, ദുഃഖമില്ലാത്തവൻ, ആഗ്രഹമില്ലാത്തവൻ. ഉത്തരം ഓപ്ഷൻ സി ദുഃഖമില്ലാത്തവൻ. നിരാമയൻ എന്നാൽ ഓപ്ഷൻ സി ദുഃഖമില്ലാത്തവൻ. PSC റിപ്പീറ്റായി ചോദിക്കുന്ന കുറച്ച് ഒറ്റപ്പദങ്ങൾ. പുത്രൻ്റെ ഭാര്യ സ്നുഷ, പുത്രൻ്റെ പുത്രൻ പൗത്രൻ, പുത്രൻ്റെ പുത്രി പൗത്രി, മകളുടെ മകൻ ദൗഹിത്രൻ, മകളുടെ മകൾ ദൗഹിത്രി. അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ, അച്ഛൻ്റെ അമ്മ പിതാമഹി, മകളുടെ ഭർത്താവ് ജാമാതാവ്, ഭാര്യയുടെ പിതാവ് ശ്വശുരൻ. സഹോദരി പുത്രൻ ഭാഗിനേയൻ, സഹോദരിയുടെ മകൾ ഭാഗിനേയ, സഹോദരിയുടെ ഭർത്താവ് സ്യാലൻ, പിതൃ സഹോദരൻ താതകു. പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. പുത്രൻ്റെ ഭാര്യ സ്നുഷ, പുത്രൻ്റെ പുത്രൻ പൗത്രൻ, പുത്രൻ്റെ പുത്രി പൗത്രി, മകളുടെ മകൻ ദൗഹിത്രൻ, മകളുടെ മകൾ ദൗഹിത്രി. അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ, അച്ഛൻ്റെ അമ്മ പിതാമഹി, മകളുടെ ഭർത്താവ് ജാമാതാവ്, ഭാര്യയുടെ പിതാവ് ശ്വശുരൻ. സഹോദരി പുത്രൻ ഭാഗിനേയൻ, സഹോദരിയുടെ മകൾ ഭാഗിനേയ, സഹോദരിയുടെ ഭർത്താവ് സ്യാലൻ, പിതൃ സഹോദരൻ താതകു. പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട PYQ ക്വസ്റ്റ്യൻസ്. മകൻ്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദമേത്? മകൻ്റെ ഭാര്യ. ഉത്തരം ഓപ്ഷൻ സി സ്നുഷ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതിൻ്റെ ഒറ്റപ്പദമാണ് ഭാഗിനേയൻ? അമ്മയുടെ അനുജൻ, അച്ഛൻ്റെ സഹോദരൻ, മകളുടെ മകൻ, സഹോദരിയുടെ മകൻ. ഭാഗിനേയൻ സഹോദരിയുടെ മകൻ. നമ്മൾ ഓർത്ത് വയ്ക്കാനായിട്ട് നമുക്കൊരു സഹോദരിയുണ്ട്. സഹോദരിയുടെ മകൻ നമുക്ക് നല്ല ഭാഗ്യം ചെയ്തവനാണ്, ഭാഗ്യമുള്ളവനാണ് എന്നൊക്കെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്താണ് സഹോദരിയുടെ മകളെ നമ്മൾ എന്ത് പറയും? സഹോദരിയുടെ മകൾ. സഹോദരിയുടെ മകൾ ഭാഗിനേയ. അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റപ്പദം എടുത്തെഴുതുക. അറിയാനുള്ള ആഗ്രഹം പിപാസ, ജിജ്ഞാസ, പിപഠിഷ, ആകാംക്ഷ. ഉത്തരം ജിജ്ഞാസ. കടക്കാൻ ആഗ്രഹിക്കുന്നവൻ തിതീർഷു, നയിക്കാൻ ആഗ്രഹിക്കുന്നവൻ നിനീഷു, ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ ചികീർഷു. മോക്ഷം ആഗ്രഹിക്കുന്നയാൾ മുമുക്ഷു,
കാണാൻ ആഗ്രഹിക്കുന്നയാൾ ദിദൃക്ഷു, ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ വിജിഗീഷു. പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. കടക്കാൻ ആഗ്രഹിക്കുന്നവൻ തിതീർഷു, നയിക്കാൻ ആഗ്രഹിക്കുന്നവൻ നിനീഷു, ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ ചികീർഷു, മോക്ഷം ആഗ്രഹിക്കുന്നയാൾ മുമുക്ഷു, കാണാൻ ആഗ്രഹിക്കുന്നയാൾ ധൃദിക്ഷു, ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ വിജിഗീഷു. ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക. തിതീർഷ. ഓപ്ഷൻ എ മാർഗം തെളിയിക്കുന്നയാൾ, ഓപ്ഷൻ ബി കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ, ഓപ്ഷൻ സി അപവാദം പറയുന്നയാൾ, ഓപ്ഷൻ ഡി തരണം ചെയ്യാനുള്ള ഇച്ഛ. ഉത്തരം ഓപ്ഷൻ ഡി തരണം ചെയ്യാനുള്ള ഇച്ഛ. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദ്രൗണി ആര്? താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദ്രൗണി ആര്? ഓപ്ഷൻ എ ദ്രോണർ, ഓപ്ഷൻ ബി അശ്വത്ഥാമാവ്, ഓപ്ഷൻ സി ദുര്യോധനൻ, ഓപ്ഷൻ ഡി കർണൻ. ഉത്തരം ഓപ്ഷൻ ബി അശ്വത്ഥാമാവ്. സുമിത്രയുടെ പുത്രൻ. ഓപ്ഷൻ എ സുമിത്രൻ, ഓപ്ഷൻ ബി സൗമിത്രി, ഓപ്ഷൻ സി സുമത്രർ, ഓപ്ഷൻ ഡി സുമിത്രൻ. സുമിത്രയുടെ പുത്രൻ. ഉത്തരം ഓപ്ഷൻ ബി സൗമിത്രി. ഗൃഹത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദം എഴുതുക. ഓപ്ഷൻ എ ഗാർഗികം, ഓപ്ഷൻ ബി ഗൃഹൈകം, ഓപ്ഷൻ സി ഗാർഗിഹം, ഓപ്ഷൻ ഡി ഗാർഹികം. ഉത്തരം ഓപ്ഷൻ ഡി ഗാർഹികം.